ഫൈനാൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്യാഷ് ഫ്ലോ. എങ്ങനെയാണ് ഈ ക്യാഷ് ഫ്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നമ്മുടെ എല്ലാവരുടെയും സിലബസിൽ ഇതുണ്ട്. നമ്മൾ ഒരുപാട് പ്രോബ്ലംസൊക്കെ ക്യാഷ് ഫ്ലോയിൽ ചെയ്യാറുണ്ട്. പക്ഷേ എന്തിനാണ് ഈ ക്യാഷ് ഫ്ലോ, എങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ ഒരു കമ്പനീൻ്റെ കിട്ടിയാൽ അതിനെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. അപ്പോൾ ഒരു ക്യാഷ് ഫ്ലോ വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, കമ്പനികളിപ്പോൾ ഉപയോഗിക്കുന്നത് അക്യുറൽ വേ ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്യുറൽ വേ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞാൽ, ഒരു 30-ാം തീയതി ഒരു കമ്പനി സാലറി കൊടുക്കുന്ന ദിവസമായി എന്ന് കരുതട്ടെ, അല്ലെങ്കിൽ ഒരു കമ്പനി 1-ാം തീയതിയാണ് സാലറി കൊടുക്കേണ്ട ദിവസം ശരിക്കും. പക്ഷെ ആ ദിവസം കമ്പനി സാലറി കൊടുക്കുന്നില്ല എന്ന് തന്നെ കരുതിക്കോ. കമ്പനി കൊടുക്കുന്നത് 10-ാം തീയതിയിലേക്ക് നീട്ടിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ അക്യുറൽ അക്കൗണ്ടിങ് പ്രകാരം 1-ാം തീയതി ആകുമ്പോൾ സാലറി ഡ്യൂ ആയി, കൊടുക്കേണ്ടതായി. അപ്പോൾ കമ്പനി അതൊരു എക്സ്പെൻസ് ആയിട്ട് അവിടെ എഴുതി വയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും? കമ്പനിയുടെ ക്യാഷിലെ എക്സ്പെൻസ് കുറയും. കമ്പനിയുടെ ടോട്ടൽ നീക്കിയിരിപ്പിലുള്ള ക്യാഷ് കുറയും, കാരണം ഇത്രയും എമൗണ്ട് കുറയും. അതേപോലെ തന്നെ കമ്പനി ഒരു സെയിൽ നടത്തി എന്ന് കരുതിക്കും. ഒരു സെയിൽ കമ്പനി നടത്തി കഴിഞ്ഞാൽ ആ സെയിലിൻ്റെ പണം 30 ദിവസം കൊണ്ട് കിട്ടും. കടം കൊടുത്ത പണം 30 ദിവസം കൊണ്ട് കിട്ടും എന്നുള്ള ഒരു അനുമാനത്തിലാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ 30-ാമത്തെ ദിവസം വരുമ്പോൾ പണം കിട്ടിയതായിട്ട് കാണിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ പണം ചിലപ്പോൾ 40 ദിവസം, 45, ചിലരെങ്കിലും ചിലപ്പോൾ 45 ദിവസം വരെയൊക്കെ നീളും. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബുക്കിൽ ചിലപ്പോൾ കൂടുതൽ ക്യാഷ് ഉള്ളതായിട്ടും അല്ലെങ്കിൽ ക്യാഷ് കുറവുള്ളതായിട്ടൊക്കെ കാണും. യഥാർത്ഥത്തിൽ ക്യാഷിന് എത്ര ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര ക്യാഷ് പോയെന്നോ എന്നുള്ളത് നമുക്ക് എനി ടൈം നോക്കിയാലും മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ അക്യുറൽ അക്കൗണ്ടിങ്ങിന് ഉള്ള ഒരു പ്രോബ്ലം. ഇന്ത്യയിൽ 99% കമ്പനികൾ ഈ അക്യുറൽ അക്കൗണ്ടിങ് ആണ് ഫോളോ ചെയ്യുന്നത്. വെൻ ദർ ഇസ് എ ഡ്യൂ ഇറ്റ് വിൽ ബി അക്കൗണ്ടഡ്. അപ്പോൾ നമ്മുടെ നീക്കിയിരിപ്പിൽ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിനാണ് ഈ ക്യാഷ് ഫ്ലോ വരുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ പ്രധാനമായിട്ടും നമ്മൾക്ക് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, എത്ര ക്യാഷ് വന്നു, ശരിക്കും ക്യാഷ് വരുമ്പോൾ മാത്രമേ ക്യാഷ് ഫ്ലോയിൽ റിഫ്ലക്റ്റഡ് ആവുള്ളൂ. ശരിക്കും ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ മാത്രമേ അതും ഔട്ട് ഫ്ലോ ആയിട്ടും റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ കൃത്യമായ എത്ര ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്, കൃത്യമായ എത്ര ക്യാഷ് നമ്മൾ കൊടുത്തു എന്നുള്ളത് കൃത്യമായൊരു പിക്ചർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് ഫ്ലോ തയ്യാറാക്കുന്നത്.